കലയമെ കുറിച്ചുള്ള സംസാരം തൽക്കാലം നമുക്ക് നിർത്താം. ആ, തനിക്കെന്തോ സീരിയസ് ആയിട്ട് പറയാനുണ്ടെന്ന് മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നി. അതെ, മനസ്സിലുള്ള വിഷമം എന്തായാലും തുറന്നു പറഞ്ഞല്ലേ പറ്റൂ. ലോൺ കിട്ടാനുള്ള സാധ്യതകൾ അടയുകയാണ് അബി. എനിക്ക് ലോൺ തിരിച്ചടയ്ക്കാനുള്ള ശേഷിയില്ലെന്ന എല്ലായിടത്തെയും വിലയിരുത്തൽ. ഞാൻ കണ്ട ബാങ്ക് മാനേജർ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഇനി നമുക്കിത്തിരി റൊമാൻസ് ഒക്കെ ആയാലോ? ആണോ? റെഡിയാണല്ലോ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഈ റൊമാൻസ് എങ്ങനെ വരും? അതെ, എനിക്ക് തോന്നേ അതൊരു അല്ല, കിച്ചണിൽ നിന്ന് ഇത്തിരി വെള്ളം കുടിക്കാൻ വന്നതാ. ചേച്ചിയോ? അതെ, എനിക്ക് നല്ല ദാഹം തോന്നി, അതാ ഞാൻ ഓടി വന്നേ. ഇക്കണക്കിന് പോയാലേ നിങ്ങൾ രണ്ടുപേരും കൊറേ വെള്ളം കുടിക്കും. അല്ല, വെള്ളം കുടിക്കാൻ വന്നിട്ട് പിന്നെന്താ ഇവിടെ നിന്ന് താളം ചവിട്ടുന്നേ? പോയി വെള്ളം കുടിച്ചൂടെ? അതെ, നീയൊന്നും വലിയ വെളിച്ചിലെടുക്കണ്ട. ഈ സിറ്റുവേഷനൊക്കെ ഭാവിയില് നിങ്ങൾക്കും ബാധകമാണ്. അത് ഓർമ്മ വേണം. നീയൊക്കെ ഇപ്പൊ ഞങ്ങളെ ട്രോളുന്ന എന്റെ 4 ഇരട്ടി അന്ന് ഞങ്ങള് തിരിച്ചു ട്രോളും. നോയിക്കോ. ഞങ്ങളുടെ കല്യാണം നടക്കുമ്പോ നിങ്ങളൊക്കെ പിള്ളേരെയും കളിപ്പിച്ചിരിക്കുമായിരിക്കും. പിന്നെ ട്രോളാൻ എവിടുന്ന നേരം? നിങ്ങളാണ് മക്കളെ ഞങ്ങളുടെ മൂത്ത മക്കൾ. മതി മതി, വെള്ളം കുടിച്ചിട്ട് നേരെ ഏട്ടന്മാരുടെ അടുത്തേക്ക് ചെല്ല്. അവര് നിങ്ങളെ തിരക്കി 4 പാട് ഓടുന്നുണ്ടാവും. പടി. അമൃതേച്ചിയും വെള്ളം കുടിക്കാൻ വന്നതാണോ? അതെ. അതെങ്ങനെ നിങ്ങക്ക് മനസ്സിലായി? അല്ല, മറ്റു 2 ചേച്ചിമാർക്കും ഭയങ്കര ദാഹം. ദാഹോ? ആ, ഒരുപാട് ഓടിയാ ക്ഷീണിക്കില്ലേ? അപ്പൊ ദാഹം സ്വാഭാവികം. ആരോടി? ഞങ്ങളുടെ 2 ചേച്ചിമാര് ഓടിടാ ഓട്ടമാ. പിന്നെ അവരുടെ ചേട്ടന്മാരും കൂടെ ഉണ്ട്. വെള്ളം കുടിച്ചു കഴിഞ്ഞെങ്കിലേ അമൃതേച്ചിക്കും അഭിയേട്ടന്റെ അടുത്തേക്ക് പോകാം. പാവത്തിനൊന്നും വിളിക്കാൻ അറിയില്ല. അഭിയേട്ടനുമായിട്ടുള്ള റൊമാൻസ് നമ്മള് കണ്ടുപിടിച്ചു എന്നാ കക്ഷി വിചാരിച്ചിരിക്കുന്നത്. അബി, ഇതാ പ്രമാണം. പെട്ടെന്ന് ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു തരണേ. വേറെ ഏത് ബാങ്കിൽ സംസാരിക്കണമെങ്കിൽ ഇതിന്റെ കോപ്പി വേണം. അതുകൊണ്ട് ഇത് കൊണ്ടുവരാൻ പറഞ്ഞത്. അനിയത്തിമാരുടെ കണ്ണു വെട്ടിച്ച് ഇതെടുക്കാൻ ഇത്തിരി പാടുപെട്ടു. പിടി വീണൂന്ന് കരുതിയതാ. പെട്ടെന്ന് അവരെ മുമ്പിൽ കണ്ടപ്പോ പരിഭ്രമിച്ചു പോയി. പിന്നെങ്ങനെ രക്ഷപ്പെട്ടത്? അനഘയും അഖിലയും പോലെ ഞാനും വെള്ളം കുടിക്കാൻ വന്നതാണോന്ന് ആരാധ്യ ചോദിച്ചുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാ. അവർക്ക് 2 പേർക്കും ഒരുപോലെ ദാഹോ? വിവേകും ആകാശവും ഒക്കെ ആ പാവൻകുട്ടികളെ വെള്ളം കുടിപ്പിക്കുക. ഞാൻ മാത്രമേ ഉള്ളൂ ഡീസന്റ്. ഒരുമിച്ച് കുറേ യാത്ര ചെയ്തിട്ടും ഞാൻ തന്നെ ഒട്ടും ശല്യപ്പെടുത്തിയിട്ടില്ല. ശല്യപ്പെടുത്താനെങ്കിൽ വാ, ശരിയാക്കി തരാം.
റൊമാൻസ് മതിയാക്കി പെട്ടെന്ന് ആധാരത്തിന്റെ ഫോട്ടോ എടുത്തിട്ട് തിരിച്ചതാ. അവരറിയാതെ തിരിച്ചുകൊണ്ട് വെക്കേണ്ടതാ. അപ്പൊ ശരി, ഞാനത് തിരിച്ചു വെക്കട്ടെ. എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. അഭിമന്യു പ്രമാണത്തിന്റെ ഫോട്ടോ എടുക്കുന്ന കാര്യം കലാവതി മേഡത്തെ അറിയിക്കണം. ആരാടി? റാണി മാഡം അമ്മൂമ്മയുടെ കാര്യം അന്വേഷിക്കാൻ വിളിക്കുന്നതാ. എന്നാ പിന്നെ ഫോൺ എടുത്തിട്ട് കാര്യം പറ. മരണ വീടിന്റെ ആംബുലൻസ് ആണ് കേട്ടോ. ഹലോ മാഡം. എന്തായി കാര്യങ്ങൾ? അമ്മൂമ്മയുടെ ചടങ്ങൊക്കെ കഴിഞ്ഞോ? ഇല്ല മാഡം, ചില ബന്ധുക്കൾ ഇനിയും വരാനുണ്ട്. അതുകൊണ്ട് ചടങ്ങുകൾ നാളത്തേക്ക് മാറ്റിവെച്ചു. നാളെ എപ്പോഴാ ചടങ്ങുകള്? നാളെ രാവിലെ 10 മണിക്ക്. ശരി, കാര്യങ്ങൾ നടക്കട്ടെ. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തിരികെ ട്രെയിനിങ് ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ നോക്കണം. ശരി മാഡം. പോലീസാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. 10 പൈസയുടെ ബുദ്ധിയില്ല. അതുകൊണ്ടല്ലേ എനിക്കിങ്ങനെ പറ്റിക്കാൻ പറ്റുന്നത്. ഫെബ്രുവരി ആദ്യ ആഴ്ച നടത്തണമെന്ന് അമ്മയ്ക്ക് എന്തോ നിർബന്ധമായിട്ട് തോന്നുന്നു. അംബിക മാമി എന്നെ മരുമകളായി ഇപ്പൊ തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു. അതാ എൻഗേജ്മെന്റ് കല്യാണമൊക്കെ നടത്താൻ ഇത്ര തിടുക്കം. ഇവരോടുള്ള അംബികാനിയുടെ പഴയ നിലപാട് അത്ര നല്ലതായിരുന്നില്ലല്ലോ. പലപ്പോഴും സഹദേവനങ്ങള് ഇങ്ങോട്ട് വരുന്നത് പോലും തടഞ്ഞിരുന്നതാ. മുമ്പുണ്ടാക്കിയ പ്രശ്നങ്ങൾ നമുക്കറിയാലോ. എന്നിട്ടും ആന്റിക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് മനസ്സ് മാറിയെന്ന് എനിക്ക് സംശയമുണ്ട്. വിവേക് പറയുന്നതിലും കാര്യമുണ്ട്. ഇവിടെ പെണ്ണ് കാണാൻ വന്നതിന് ശേഷം നമ്മൾ കാണുന്നത് ഒരു പുതിയ അംബിക മാമിയാ. നമ്മളോടൊക്കെ മാമിക്ക് ഒരു പ്രത്യേക വാത്സല്യം ഉള്ളതുപോലെയാണ് നടിക്കുന്നത്. ദിവ്യപ്രഭയുടെ കയ്യിൽ നിന്ന് തിരിച്ചല് കിട്ടുന്നതുകൊണ്ടാവും അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റമെന്ന് അച്ഛൻ പറയുന്നത്. അല്ല, അത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നുണ്ട്. അവിടെ വീട്ടിലിപ്പോൾ അമ്മയ്ക്ക് ഒരു വിലയില്ലാത്ത അവസ്ഥയാണ്. ഇവിടെ വന്ന ഒരു സപ്പോർട്ടാവുമെന്ന് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ അതിനുവേണ്ടി എൻഗേജ്മെന്റ് നടത്താൻ ഇത്ര ധൃതി കൂട്ടുന്ന എന്തിനാ? ഇതേ ധൃതി കല്യാണത്തിന്റെ കാര്യത്തിലുണ്ടാവില്ലേ? ഇവിടുത്തെ ലേഡീസ് സിഐഡികളായ ദാസനും വിജയനും ഇറങ്ങിയ ആന്റിയുടെ മനമാരത്തിനെ കാരണം ഈസിയായിട്ട് കണ്ടെത്താം. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഇത്തിരി മെനക്കെട്ടാ ഞങ്ങൾ ആ മനമാറ്റത്തിന്റെ കാരണം കണ്ടുപിടിക്കും. എൻഗേജ്മെന്റ് നടത്താൻ മാമി ഇങ്ങനെ തിരക്കൂട്ടുന്നതിന് നിങ്ങളെല്ലാരും എന്തിനാ ഇങ്ങനെ സംശയിക്കുന്നേ? ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചയിലെ മുഹൂർത്തത്തിന് ജ്യോതിഷപരമായി എന്തോ പ്രത്യേകതയുണ്ടെന്ന് മാമി എന്നോടും അബിയോടും പറഞ്ഞിരുന്നു. അല്ലേ അബി? ഓർക്കുന്നുണ്ട്. അല്ല, ആ സമയത്ത് ഞാനും അച്ഛനോട് ഉണ്ടായിരുന്നല്ലോ. ഞങ്ങളാരും ഒന്നും കേട്ടില്ല. എൻഗേജ്മെന്റിന് ധൃതി വെക്കുന്നുണ്ടെങ്കിലും ജ്യോതിഷപരമായ പ്രത്യേകതയുടെ കാര്യമൊന്നും അമ്മ ഇതുവരെ വീട്ടിൽ പറഞ്ഞിട്ടുമില്ല. അത് അമൃതയും ആന്റിയും കൂടെ ചായ എടുക്കാൻ വേണ്ടി അടുക്കളയിൽ പോയ സമയത്താ പറഞ്ഞത്. ആ സമയത്തല്ലേ പറഞ്ഞത്? അതെ അതെ. അതെ, നമ്മൾ ചർച്ച ചെയ്യേണ്ട ഈ കാര്യമൊന്നുമല്ല. ഫെബ്രുവരിയിലെ ആദ്യത്തെ ആഴ്ച നിശ്ചയം നടത്താൻ എല്ലാവരും റെഡിയാണോ അല്ലേ? അതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അങ്ങനെയല്ലേ? ആദ്യം അളിയന്റെ മനസ്സ് വെളിപ്പെടുത്തും. ആ മുഹൂർത്തത്തില് അളിയൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അളിയ? ഇല്ല കുഞ്ഞളിയ, ഇല്ല. ഈ അളിയനും ബുദ്ധിമുട്ടൊന്നുമില്ല. ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച തന്നെ നമുക്കിതങ്ങ് നടത്തിക്കളയാം. അമൃതേശിയാണ് എല്ലാം തീരുമാനിക്കേണ്ടത്. ഞങ്ങളല്ലേ ഏത് മുഹൂർത്തത്തിന് റെഡിയാ.
എനിക്കും മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ആ ഡേറ്റ് തന്നെ നമുക്ക് തീരുമാനിക്കാം. ആ ചായ കുടിക്ക്. ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച എൻഗേജ്മെന്റ്. ഈ ചൂടുള്ള വാർത്ത ഇപ്പോൾ തന്നെ എത്തേണ്ടിടത്ത് എത്തിക്കണം. എന്താ സിസിലി? ഒരു സംഭവം ഉണ്ട് മാഡം. എന്താ? അതെ, ഇവിടുത്തെ പെമ്പിള്ളേരുടെ എൻഗേജ്മെന്റ് തീയതി നിശ്ചയിച്ചു. നേരാണോ? പിന്നല്ലാതെ. പിന്നെയും ചില പ്ലാനുകൾ ഇവിടെ നടക്കുന്നുണ്ട്. എന്ത് പ്ലാൻ? പഞ്ചരത്നത്തിന്റെ ആധാരം പണയം വെച്ച് കല്യാണത്തിന് വേണ്ടി പണം സംഘടിപ്പിക്കാനുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇതുപോലെ ഒരു പരിപാടി ഞാൻ നേരത്തെ പൊളിച്ചതാണ്. മാഡം വിചാരിച്ചാൽ എന്തും നടക്കും. ആ പ്രമാണത്തിന്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മുമ്പൊരിക്കൽ സ്വർണം മാറ്റിവെക്കാൻ ശ്രമിച്ച നീ ഒന്ന് തോറ്റതാ. ഒരു തെറ്റ് ഏത് പോലീസുകാർക്കും പറ്റില്ല മാഡം. അതെ, അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഞാൻ നിനക്ക് ഒരവസരം കൂടി തരാം. ആ മാഡം പറയൂ. ആ പ്രമാണം അടിച്ചു മാറ്റി എന്റെ കയ്യിൽ തന്നാൽ ജീവിതകാലം മുഴുവൻ സുഖമായിട്ട് ജീവിക്കാനുള്ള പണം ഞാൻ നിനക്ക് തരും. എത്ര തരും? കാര്യം നടന്നാൽ മോശമല്ലാത്തൊരു തുക ഞാൻ തരും. അതുകൊണ്ട് തൃപ്തിപ്പെട്ടോളണം. ശരി മാഡം, ഈ ഓപ്പറേഷൻ ഈ സിസിലി വിജയിപ്പിക്കും. ആ ഈ ഒരൊറ്റ ഓപ്പറേഷനിൽ ഞാൻ എന്റെ ജീവിതം സേഫാക്കും. സിസിലി ആ ആധാരം അടിച്ചു മാറ്റിയാ നമ്മൾ രക്ഷപ്പെട്ടു. എങ്ങനെ? 2-3 കോടി രൂപയുടെ മുതലാ. ഏത് ബാങ്കും കണ്ണും പൂട്ടി നല്ല തുക ലോൺ തരും. ആധാരം എത്രയും പെട്ടെന്ന് അടിച്ചു മാറ്റിയില്ലെങ്കിൽ അവളുമാർ അതും കൊണ്ടുപോയി പണയം വെക്കും. പണം കിട്ടിയാൽ 3 കല്യാണങ്ങൾ ഒരുമിച്ച് കിടക്കും. എന്റെ ജീവൻ തേഞ്ഞു. നീ വിഷമിക്കാതെ. പണയം വെക്കുന്നതിന് മുൻപ് ആ ആധാരം ഞാൻ അടിച്ചു മാറ്റിയിരിക്കും. പഞ്ചരത്നം പണയം വെക്കാനുള്ള അവളുമാരുടെ പദ്ധതി എന്നേക്കുമായി പൊളിക്കണം. അതിനിത്തിരി വലിയ കളികൾ വേണം. സിസിലി ആധാരം എടുത്തെന്നാ നമുക്കതിന് വഴിയുണ്ടാക്കാം. പ്രമാണം കയ്യിൽ കിട്ടിയാൽ അമൃതയുടെ കള്ള ഒപ്പിട്ട് ഞാനത് പണയം വെച്ച് കോടികൾ വാങ്ങിച്ചെടുക്കും. നീ നോക്കിക്കോ. ഒരുപാട് സന്തോഷായി മോനെ. ഞാൻ പറഞ്ഞ ഡേറ്റിന് തന്നെ കല്യാണ നിശ്ചയം നടത്താൻ തീരുമാനിച്ചല്ലോ. അമൃത എന്നെ വിളിച്ചായിരുന്നു. തീയതി നിശ്ചയിക്കാൻ നമ്മൾ ചെല്ലാത്തതിൽ അവൾ കുറച്ച് പരിഭവമൊക്കെ പറഞ്ഞു. അച്ഛനും അമ്മയും കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു. എടാ, അതിപ്പോ ഞങ്ങളില്ലെങ്കിലും എല്ലാം ഭംഗിയായി നടന്നില്ലേ? ആന്റി, അടുക്കളയിൽ പാത്രങ്ങൾ കഴുകാൻ കുന്നുകൂടി കിടക്കുക. അതൊന്ന് പോയി വൃത്തിയാക്ക്. എന്നിട്ട് മതി വാചോടിക്കലൊക്കെ. ഡേ, നീ എന്താടി കരുതിയത്? ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാണെന്നോ? കുറച്ച് കാലമായി ഞാൻ നിന്നെ സഹിക്കുക. വീട്ടിലെ ജോലികൾ ചെയ്യേണ്ടതേ മരുമക്കളാ, അല്ലാതെ അമ്മായിയമ്മയല്ല. മര്യാദയ്ക്ക് അതെല്ലാം പോയി ചെയ്യ. മര്യാദയ്ക്ക് അടുക്കള ജോലി ചെയ്തില്ലെങ്കിൽ നിന്റെ മുട്ടുകാലം ഞാൻ തല്ലി ഓടിക്കും. ആകാശിന്റെ കല്യാണം നിശ്ചയിച്ചതിന്റെ പേരില് എന്റെ സ്വർണം തിരിച്ചു തരാന്ന അഹങ്കാരമാണ് തള്ളക്ക്. ഇപ്പോഴാ നീ ശരിക്കും ഒരു അമ്മായിയമ്മ ആയത്. എന്താടി നോക്കി നിൽക്കുന്നേ? പോയി പണിയെടുക്കടി. എന്റെ സ്വർണം തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രം
ഞാൻ നിങ്ങളെ സഹിക്കുന്നത്. അതൊന്ന് തിരിച്ചു കിട്ടിക്കോട്ടെ. ഈ ദിവ്യപ്രഭ ആരാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. എന്ത് കാഴ്ച കാണാൻ എവിടെ ഇരിക്കുന്നേ? അടുക്കളയിലോട്ട് വാ, വന്ന് പാത്രം കഴുകുക. ഇരിയുടെ അവിടെ. ഈ വീട്ടിലെ അടുക്കള പണി ചെയ്യുന്നത് സ്ത്രീകളാ, അല്ലാതെ പുരുഷന്മാരല്ല. അമ്മേ, ആണുങ്ങളെ അടുക്കളയിൽ കയറിയെന്ന് വെച്ച് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ലല്ലോ. ഇത് സ്ത്രീ ശാക്തീകരണത്തിന്റെ കാലമല്ലേ? 30 കൊല്ലമായി ഞാൻ ഈ വീടിന്റെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നു. അന്നൊന്നും കാണാത്ത സ്ത്രീ ശാക്തീകരണം ഇനിയും വേണ്ട. നിന്റെ ഭാര്യയോട് പോയി പണിയെടുക്കാൻ പറ. അതെ, പാത്രം കഴുകിയാൽ മാത്രം പോരാ, അടുക്കളയും ഡൈനിങ് റൂമും തൂത്തുവാരി വൃത്തിയാക്കണം. എന്തായാലും നന്നായി, അവക്കൊരു ഡോസിന്റെ കുറവുണ്ടായിരുന്നു. ഏട്ടനിങ്ങനെ ഭാര്യയുടെ വാലി തൂങ്ങി നടക്കാതെ കുറച്ചൊക്കെ തന്റെ ഇടം കാണിക്കണം. എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവള് കരാട്ടക്കാരിയാമേ. എന്തായാലും ചെന്ന് സഹായിച്ചേക്കാം. ഇല്ലെങ്കിൽ ഇടി വാങ്ങാൻ പോകുന്നത് ഞാനായിരിക്കും. കഷ്ടം. അവൾ അവനെ കൊണ്ട് അടുക്കളയിലെ പണി മൊത്തം എടുപ്പിക്കും. സത്യത്തിലേ ഇവനെ ഞാൻ തന്നെയാണോ പ്രസവിച്ചെന്ന് നല്ല സംശയമുണ്ട്. സുമിഷേ, നിങ്ങൾ വൃത്തിയായിട്ട് കഴിയണം. ഇല്ലെങ്കിലേ നിന്റെ അമ്മയുടെ പഴി കേൾക്കേണ്ടി വരുന്ന എനിക്ക്. ഞാൻ നിന്റെ അമ്മയുടെ മുൻപിൽ പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്നതും അവര് പറയുന്ന ഇത്തരം ജോലികൾ മുഴുവൻ മറുത്തൊന്നും പറയാതെ ചെയ്യുന്നതും അവരെ പേടിച്ചിട്ടൊന്നുമല്ല. എന്റെ അമ്മയ്ക്ക് നഷ്ടമായ എന്റെ 60 പവന്റെ സ്വർണം തിരിച്ചു കിട്ടുന്നത് വരെ ഉള്ളൂ എന്റെ ഈ അടിമപ്പണി. അടിമപ്പണി ചെയ്യുന്നത് നീയല്ലല്ലോ, ഞാനല്ലേ? അതെ, നിന്റെ വിധി. ഇതുപോലൊരു അമ്മയുടെ മകനായിട്ട് പിറന്ന ഇതല്ല, ഇതിന്റെ അപ്പുറം അനുഭവിക്കേണ്ടി വരും സുമേഷേ. വേണോ? നീയും അമ്മയും തമ്മിലുള്ള അടി കാരണം കഷ്ടപ്പെടുന്നത് ഞാനാ. പാത്രം കഴിക്കാൻ നിനക്ക് സ്വർണമെങ്കിലും കിട്ടും, എനിക്ക് എന്ത് കീരവിത്ത് കിട്ടാനാ? പിന്നെ ആകെയുള്ളത് ഇതുവരെ നടക്കാത്ത ആദ്യ രാത്രിയിലുള്ള പ്രതീക്ഷ മാത്രമാണ്. നിങ്ങളെ ഒരു പുരുഷനാണെന്ന് കരുതിയ ഞാൻ കല്യാണം കഴിച്ചത്. അത് തെളിയിക്കാനുള്ള അവസരം നീ എനിക്ക് തന്നില്ലല്ലോ. പുതിയ കയ്യിലിരുന്ന മതി. സ്വന്തം ഭാര്യയെ അമ്മ പീഡിപ്പിച്ചിട്ടും പ്രതികരിക്കാത്ത ഒരു മണ്ണുണ്ണിയായി പോയല്ലോ എന്റെ ഭർത്താവ്. അതാണ് എന്റെ സങ്കടം. എടീ, താലി കെട്ടിയതുകൊണ്ട് മാത്രം ഭാര്യ ആവില്ലല്ലോ. ബാക്കി കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ ഗതി അതോ ഗതിയായനെ. പിന്നെ ഇപ്പൊ എനിക്ക് വേറെ ഓപ്ഷൻ നോക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ പാത്രം കഴുകിയിട്ട് അടുക്കളയും ഡൈനിങ് റൂമും തൂത്തുവാരണം. ആ പണി ഇവിടെ ബാക്കിയുണ്ടേ. വേണോ? എനിക്കൊന്നും വേണം. ആലി വേണ്ട, പണി എടുക്കാൻ പറ്റില്ല. എൻഗേജ്മെന്റിന്റെ തീയതി തീരുമാനിക്കാൻ അപ്പച്ചി വരാത്തത് കഷ്ടമായിപ്പോയി. ഞാൻ വരാൻ വേണ്ടി ഒരുങ്ങിയതാ മോളെ. ഓ, പക്ഷെ അങ്ങേരുടെ കണ്ണു വെട്ടിച്ച് വരാൻ പറ്റിയില്ല. ഇന്ന് തന്നെ അത്യാവശ്യം ആയതുകൊണ്ട് അങ്ങേരെ അറിയാതെ ഇറങ്ങി വന്നതാ. അത്യാവശ്യോ? എന്തത്യാവശ്യം? ഞാൻ നേരത്തെ മോളോട് പറഞ്ഞ കാര്യമാ. നിങ്ങളുടെ അച്ഛനെ കാണാനില്ല. കുറച്ച് ദിവസമായിട്ട് ചന്ദ്രേട്ടൻ എവിടെയാണെന്ന് ആർക്കും ഒരു വിവരവും ഇല്ല. വിളിച്ചിട്ടാണെ ഫോണും എടുക്കുന്നില്ല. കഴിഞ്ഞ കുറെ കാലമായിട്ട് നിങ്ങൾ ആരെങ്കിലും ചന്ദ്രേട്ടനെ അന്വേഷിക്കാറുണ്ടോ? ഇല്ലല്ലോ. ഒന്നും അല്ലെങ്കിലും മോളെ, നിങ്ങളുടെ അച്ഛനല്ലേ? ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ അച്ഛനോട് വെറുപ്പായതുകൊണ്ട് അവരാരും ഒരു അന്വേഷണവും നടത്തിയില്ല. ഇടയ്ക്ക് ഞാൻ തിരക്കിയിരുന്നു. അപ്പോ എറണാകുളത്ത് ഹൈക്കോടതിയിൽ ജോലി സംബന്ധമായ എന്തോ കേസുമായിട്ട് പോയെന്നാ കലയമ്മ പറഞ്ഞത്. കലാവധി പറയുന്നതൊക്കെ അങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റുമോ? അവളുടെ വാക്ക് വിശ്വസിച്ച് നിങ്ങൾ ചന്ദ്രേട്ടനെ അന്വേഷിക്കാതിരുന്നതേ ഒട്ടും ശരിയായില്ല. എന്തിനാ അപ്പച്ചി നമ്മൾ അയാളെ അന്വേഷിക്കുന്നത്?
അപ്പച്ചിക്ക് അയാളുടെ സ്വഭാവം നന്നായിട്ട് അറിയാലോ. ഇവിടെ നടക്കാൻ പോകുന്ന കല്യാണങ്ങളുടെ കാര്യം അറിഞ്ഞാ ഉറപ്പായും അയാളത് മുടക്കാൻ ശ്രമിക്കും. മോളെ, ഇതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാ. കലാവധി കാരണമാണ് നിങ്ങളുടെ അച്ഛൻ വഴിതെറ്റി പോയത് തന്നെ. പറക്കമുറ്റാത്ത നിങ്ങളെ ഒരു ദയം കൂടാതെ തെരുവിലേക്ക് ഇറക്കി വിട്ടതുപോലും ഈ കലാവധിയുടെ ബുദ്ധിയായിരുന്നു. അതൊക്കെ അവള് ചന്ദ്രേട്ടനെ കൂടെ ചെയ്യിപ്പിക്കുകയായിരുന്നു. ഇനിയും ചന്ദ്രേട്ടനെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സമയമുണ്ട്. മക്കളെ, നിങ്ങൾ വിചാരിച്ചാൽ അത് സാധിക്കും. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.